അവിടെ കിടന്നിരുന്നെങ്കിൽ, എവിടെ? മിസ്രൈമിൽ ബീഫിൻ്റെ ചാറെങ്കിലും ഉരുളിയുടെ അടിയിൽ നിന്ന് കിട്ടിയാനെ. അത് ഇത്തിലൂടെ വൃത്തിക്ക് അതിനകത്ത് എഴുതിയിട്ടുണ്ട്. മിസ്രൈമിലെ ഇറച്ചിക്കലങ്ങളും ബീഫിൻ്റെ ഗ്രേവിയും ഓർത്തു വയ്ക്കുകയും പഴയ അടിമത്തത്തിൻ്റെ ഇറച്ചിച്ചാറ് നാക്കിൽ ഓർത്തിരിക്കുകയും ഇന്നലത്തെ മന്ന മറക്കുകയും ചെയ്യുന്ന രോഗത്തിൻ്റെ പേരെന്താ? ഇതൊരു കൺവീനിയന്റ് മെമ്മറി സിൻഡ്രോമാണ്. നമുക്കില്ലേ, നമുക്ക് സൗകര്യമുള്ളത് മാത്രം ഓർത്തു വയ്ക്കും. ചിലതൊക്കെ നമ്മൾ സൗകര്യപൂർവ്വം മറക്കും. എൻ്റെ ചങ്ങാതിമാരെ, ഈ രാത്രി ആലോചിച്ച് നോക്കിക്കേ, ചിലതൊക്കെ നാം മറന്നുപോയി. താങ്ങിയ കരങ്ങളുണ്ട്, നീന്തിയ കണ്ണീർപ്പുഴകളുണ്ട്, ഒരു വാക്കുകൊണ്ട് താങ്ങിയവരുണ്ട്. ജീവിതം ഇത്ര എത്തുമെന്ന് വിചാരിക്കാത്ത രാത്രികളുണ്ട്. ഇന്നിങ്ങനെ ആക്കി വച്ചിരിക്കുമ്പോൾ ചിലപ്പോഴെങ്കിലും നമ്മൾ വിചാരിക്കുന്നില്ലേ, എനിക്കാരോടും കടപ്പാടില്ല, എനിക്കാരെയും നോക്കേണ്ട കാര്യമില്ല, എനിക്കങ്ങനെ ആരോടെയും അനുവാദം ചോദിക്കേണ്ട കാര്യമില്ല, ഞാൻ അന്നേ ഇത്രയും ഉണ്ടായിരുന്നു എന്ന് പറയുന്നവർ ഓർക്കണം, ഇന്നലകളെ ഓർക്കണം. കണ്ണീര് വീണ അത്താഴത്തിൻ്റെ ഉരുളകളില്ലേ? ഈ രാത്രി വെളുക്കാതിരുന്നെങ്കിലെന്ന് സ്വയം ശപിച്ച നിമിഷങ്ങളില്ലേ? എന്തിനീ ജീവിതമെന്ന് പുലമ്പിയ യാമങ്ങളില്ലേ? എന്നാൽ അവിടെ നിന്ന് ഈ കൃപയുടെ സന്ധിയിൽ നിൽക്കുമ്പോൾ ഓർക്കണം, ദൈവമേ, ഞാൻ മറന്നുകൂടാത്തൊരു വല്ലതും മറന്നുപോയോ? ഇന്നലകളെ മറക്കുന്നവൻ്റെ വല ശൂന്യമാണ്. മന്ന മറക്കുകയും പഴയ ഇറച്ചിച്ചാറ് ഓർക്കുകയും ചെയ്യുന്ന ഒരു ജീവിത ശൈലി. പ്രിയപ്പെട്ടവരെ, ഒന്നും മറന്നു പോകരുത്, ഓർമ്മകളുണ്ടായിരിക്കണം എന്ന് വേദപുസ്തകം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, യാക്കോബ് ഉണ്ടല്ലോ, പഴയ നിയമത്തിൽ പണിയുടെ ആളാണല്ലോ. അപ്പന് ഇറച്ചിക്കകത്ത് പണി, ചേട്ടന് പായസത്തിൽ പണി, പണിയോട് പണി, നാട്ടുകാർക്കിട്ട് വീട്ടുകാർക്കിട്ട് ഒക്കെ പണിയാണല്ലേ. ഈ മനുഷ്യൻ അതിവേഗം ഓടുന്നൊരു മനുഷ്യനാണ്. എന്നാൽ 77-ാമത്തെ വയസ്സിൽ വെട്ടിപ്പിടിച്ചും തട്ടിപ്പറിച്ചും കെട്ടിപ്പടുത്തും അതിരുമാന്തിയും വളച്ചെടുത്തും ഓടിക്കൊണ്ടിരുന്ന മനുഷ്യൻ 77-ാമത്തെ വയസ്സിൽ ഒരു രായ്ക്ക് രാമാനം ചേട്ടൻ്റെ തല്ലുമേടിക്കാതിരിക്കാൻ പദ്മനാരാവിലേക്ക് പോകുന്നൊരു രംഗമുണ്ട്. പോയി 21 വർഷം കഴിഞ്ഞ് ഈ മനുഷ്യൻ തിരിച്ചു വരുന്നുണ്ട്. യാക്കോബ് ഒറ്റയ്ക്കാണ് അങ്ങോട്ട് പോയത്. തിരിച്ചു വരുമ്പോൾ ഒരു വണ്ടി പിള്ളേരും ഭാര്യമാരും ഒക്കെ ഉണ്ട്. 13 മക്കള്, 2 ഭാര്യമാര്, 2 ദാസന്മാര്, ഒരു ടിപ്പർ നിറച്ച് പിള്ളേരും ഒക്കെ ആയിട്ടാണ് ആര് വരുന്നത്? നമ്മുടെ യാക്കോബ് വരുന്നത്. എന്നാൽ ജീവിതത്തിൽ 98-ാമത്തെ വയസ്സിൽ തിരിച്ചു വരുന്ന യാക്കോബ് ദൈവത്തോട് പറയുന്നൊരു സാക്ഷ്യമുണ്ട്. അതിങ്ങനെയാണ്, ഉൽപ്പത്തി 32:10 വചനം ഇങ്ങനെയാണ്: ഒരു വടിയോടുകൂടെ മാത്രമല്ലോ ഞാൻ യോർദാൻ കടന്നത്, ഇപ്പോഴോ ഞാൻ 2 കൂട്ടമായി തീർന്നിരിക്കുന്നു. ഞാനിത് നിങ്ങളോട് പറയാൻ കാരണം, നിങ്ങൾ വേദപുസ്തകം ഇപ്പം തുറക്കണമെന്നില്ല, നോക്കിക്കോണം. ഈ 77 വയസ്സ് വരെയുള്ള യാക്കോബ് മെറ്റീരിയൽ ബെനിഫിറ്റിൻ്റെ പിറകെ ഓടിയാളാണ്, പക്ഷെ ഗുരുത്വം ഇല്ലാത്തവനാ. ചേട്ടനും അപ്പനും ഒന്നും ഒരു വകയുമല്ല മനുഷ്യന്. പക്ഷെ എൻ്റെ പ്രിയപ്പെട്ടവരെ, 98 വയസ്സിലാണ് യാക്കോബിന് ഗുരുത്വം കിട്ടിയത്. അതുകൊണ്ടാണ് പറഞ്ഞത്, ഒരു വടിയോടുകൂടെ മാത്രമല്ലോ ഞാൻ യോർദാൻ കടന്നത്. ചേട്ടനോടൊക്കെ പറയുന്നൊരു ഡയലോഗ്, കർത്താവെ കരഞ്ഞു പോവും. ചേട്ടായി, നിങ്ങളുടെ മുഖം കാണുന്നത് ദൈവത്തിൻ്റെ മുഖം കാണുന്നത് പോലെ. എന്ത് ഗുരുത്വം എന്നറിയാമോ? ഈ 98 വയസ്സിന് ശേഷമുള്ള യാക്കോബാണ് ഇസ്രായേലായി മാറിയത്. എന്നാൽ യാക്കോബ് നേട്ടങ്ങളുടെ പിറകെ ഓടിയത് 98-ന് മുമ്പാണ്. ആ യാക്കോബല്ല ഈ പുസ്തകത്തിലെ കൃപയുടെ യാക്കോബ്. ഈ പുസ്തകത്തിൽ കൃപയുടെ യാക്കോബ് എന്ന് പറയുന്നത് ജീവിതത്തിൻ്റെ കടപ്പാടുകളും ജീവിതത്തിൻ്റെ ബന്ധങ്ങളും ഓർമ്മകളും ഒക്കെ തിരികെ പിടിച്ചിട്ട് ഗുരുത്വം ഉള്ള ഒരു യാക്കോബുണ്ട്. ആ യാക്കോബിനെയാണ് വേദപുസ്തകം വിളിക്കുന്നത് ഇസ്രായേൽ. ഇതൊരു ഉദാഹരണമാണ്. നാം എത്ര ജീവിതത്തിൻ്റെ പിറകെ ഓടുമ്പോഴും രക്ഷയുടെ ഇടനാഴിയുടെ പേരാണ് കൃതജ്ഞത. ഓർമ്മകൾ ഉണ്ടായിരിക്കണം. നമ്മളൊക്കെ മുന്തിരിത്തോട്ടത്തിൽ നട്ട അത്തിമരം പോലെയാണ്, അല്ലേ? കർത്താവ് പറഞ്ഞൊരു കഥയില്ലേ? മുന്തിരിത്തോട്ടത്തിൽ നട്ട അത്തിമരത്തിൻ്റെ ഒരു പ്രത്യേകത, അവിടുത്തെ പ്രധാന കൃഷി മുന്തിരിയാണ്. അത്തി ഇടയ്ക്ക് ഓരോന്ന് നിൽക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. സത്യത്തിൽ ഈ മുന്തിരിക്കിടുന്ന യൂറിയയും ഫാക്ടംഫോസും ചാണകപ്പൊടിയും എല്ലുപൊടിയും ഒക്കെ ആരടിച്ചെടുക്കുകയാണ്?
അത്തിക്ക് കാലാപൊറുക്കാണ്. അത്തിക്കായിട്ടൊരു വളം അവിടെ ഇല്ല. ഇങ്ങനെ ആരുടെയൊക്കെ ഔദാര്യം കൊണ്ട് ഇങ്ങനെ തലപ്പൊക്കത്തിൽ ഞെളിഞ്ഞു നിൽക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ആര്? അത്തിമരം. ഈ രാത്രി ഞാൻ ഏറ്റുപറയാ, എൻ്റെ ഗീവർഗി സഹത, എൻ്റെ കർത്താവേ, ഞങ്ങളൊക്കെ മുന്തിരിത്തോട്ടത്തിൽ നിന്നിട്ട് അത്തിമരമാണ്. ഏതൊക്കെയോ ഔദാര്യങ്ങളിൽ, ആരുടെയൊക്കെയോ താങ്ങലുകളിൽ, ആരുടെയൊക്കെയോ കരപരിപാലനങ്ങളിൽ സംശയമുണ്ടോ? ഒരു ഔദാര്യം മാത്രമാണ്. എതിരെ വന്ന വാഹനത്തിൻ്റെ സ്റ്റിയറിങ്ങിൽ നമ്മുടെ ജീവിതം എത്ര തവണ പണയം വയ്ക്കപ്പെട്ടിട്ടുണ്ട്. ആശുപത്രി ടേബിളിൽ മലർന്നു കടന്നു കൊടുത്ത ഓപ്പറേഷൻ ടേബിളിൽ ഡോക്ടറുടെ കത്തിമുനത്തുമ്പിൽ നമ്മുടെ ജീവിതം പണയം വയ്ക്കപ്പെട്ടിട്ടുണ്ട്. എത്ര അനുഭവങ്ങളിൽ അവിടെ നിന്നൊക്കെ തോറ്റുപോകാതെ വീണുപോകാതെ നിർത്തിയതെന്തിനാ? ഒരു വരി ഇങ്ങനെ പാടാറുണ്ട്: അന്നേ മരിച്ചു പോയെങ്കിൽ എൻ ദൈവമേ ഞാൻ ചെന്നേനെ വൻ നരകമാതിൽ, തന്നു നിൻ കൃപാവരം ഇന്നും ജീവിച്ചിടുവാൻ നിന്നാത്മശക്തിയാലേ. അവർ ഞരക്കമൊക്കെ ഉണ്ട്. ഏതായാലും ആരെങ്കിലും ഒരാളെങ്കിലും പാടിയല്ലോ സന്തോഷം. ആ പാട്ടിൻ്റെ അർത്ഥം എന്താ പ്രിയപ്പെട്ടവരെ? അന്നേ മരിച്ചു പോയെങ്കിൽ എൻ ദൈവമേ ഞാൻ ചെന്നേനേവൻ. എന്ന് മരിച്ചു പോയെങ്കിൽ അന്ന് ആ അപകടത്തിൻ്റെ മുമ്പിൽ, ആ രോഗസമയത്ത്, ആ തീരാവേദനയുടെ നേരത്ത്, ആ ഓപ്പറേഷൻ്റെ സമയത്ത്, ആ ആക്സിഡന്റ് ഉണ്ടായപ്പോൾ അന്ന് ഒരു തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ട അനുഭവങ്ങൾ ഉണ്ടാവാം. പ്രത്യേകമായി നമ്മെ മാത്രം കരുതിയ ചില അനുഭവങ്ങൾ ഉണ്ടാകാം. ആ നിമിഷം ഇവിടെ ഇരിക്കുന്ന പലർക്കും പറയാനുണ്ടാകും. ചില മരണവേദനയുടെ വക്ത്രങ്ങളിൽ കടന്നത്. ഇന്ന് രാത്രി പാട്: അന്നേ മരിച്ചു പോയെങ്കിൽ എൻ ദൈവമേ ഞാൻ ചെന്നേനേവൻ നരകമാതിൽ. പിന്നെ നീ എന്നാ അന്ന് ചാകാഞ്ഞത്? കുറെ പെരുന്നാളും കൂടി പുതുപ്പള്ളി കൂടിയിട്ട് നീ രക്ഷപ്പെട്ടോട്ടെ എന്ന് കരുതിയ അല്ലേ? നരകത്തിൽ പോകാതെ നീ സ്വർഗത്തിൽ പോക്കോട്ടെ എന്ന്, രക്ഷപ്പെട്ടോട്ടെ എന്ന് കരുതിയാണ് അന്നേ മരിച്ചു പോകാതെ 24-ന്റെ പെരുന്നാളിനും പറ ഇങ്ങനെ ഈ രാത്രി അല്ലേ? ഞങ്ങൾ അങ്ങനൊന്നുമല്ല. ഞങ്ങള് പ്രിയപ്പെട്ടവരെ, നിശ്ചയമായും ജീവിതത്തിൻ്റെ സങ്കടക്കടലിലേക്ക് വീണു പോകാവുന്ന നിമിഷങ്ങളുണ്ടായിരുന്നു. ഒന്നും മറന്നു പോകരുതെന്ന് ഈ വള്ളം ഓർമ്മിപ്പിക്കുകയാണ്. ഇത്രമേൽ മിടുക്കർ, ഇത്രമേൽ മികവുള്ളവർ, പ്രൊഫഷണൽസ്. പക്ഷെ ഈ രാത്രി വെളുക്കുമ്പോൾ അവരുടെ മുമ്പിൽ ശൂന്യതയാണ്. എന്തുകൊണ്ട് ഈ ശൂന്യത? നമ്മുടെ തലമുറകളിൽ ചില ശൂന്യതകളുണ്ടെങ്കിൽ, നമ്മുടെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ ശൂന്യതകളുണ്ടെങ്കിൽ, നമ്മുടെ വീടുകളിൽ ചില ശൂന്യതകളുണ്ടെങ്കിൽ നമുക്ക് തിരിഞ്ഞു നോക്കാം. ദൈവമേ, ചിലത് മറക്കരുതായിരുന്നു, ചിലത് ഞാൻ മറന്നുപോയിട്ടുണ്ട്. ചില ബന്ധങ്ങൾ, ചില കടപ്പാടുകൾ ഈ വള്ളം ഈ രാത്രി ഓർമ്മിപ്പിക്കുക. എന്തുകൊണ്ട്? ഒന്നാമത്തെ ഉത്തരം അതാണ്. രണ്ടാമത്തെ ഉത്തരം മറന്നുപോകല്ലേ. ഒന്ന്, കടപ്പാടുകളെ മറക്കുന്നവൻ്റെ വല ശൂന്യം. രണ്ട്, ക്രമീകൃതമായതിൽ നിന്ന് പ്രാകൃതമായതിലേക്ക് മടങ്ങുന്നവൻ്റെ വല ശൂന്യം. ശ്രദ്ധിക്കൂ. റിട്ടേൺ ഫ്രം ഓർഡർ ടു പ്രിമിറ്റീവ് എന്ന് പറയും, അല്ലെങ്കിൽ റിട്ടേൺ ഫ്രം ഓർഡർ ടു ഓർഡർലെസ് എന്ന് പറയും. ക്രമീകൃതമായതിൽ നിന്ന് പ്രാകൃതമായതിലേക്ക്. എന്ത് മനസ്സിലാകുന്നു? ക്രമീകൃതം എന്ന് പറഞ്ഞാൽ നിങ്ങൾ നോക്കിക്കേ, ഈ 7 എണ്ണം ഇല്ലേ പത്രോസുമൊക്കെ, 3.5 വർഷം മുമ്പ് വരെ, അല്ലെങ്കിൽ ഇവർക്ക് ആധാർ കാർഡ് ഇല്ലായിരുന്നു, ഐഡന്റിറ്റി കാർഡ് ഇല്ലായിരുന്നു. ഉണ്ടായിരുന്നോ? തിരിച്ചറിയൽ കാർഡ് ഇല്ലായിരുന്നു. എന്തിന്? റേഷൻ കാർഡ് പോലും ഇല്ലായിരുന്നു. ഭൂപടത്തിൻ്റെ വിളുമ്പാണ് ഈ കടൽ തീരമെന്ന് പറയും. അവിടെ ഒഴുകിപ്പരുന്ന ഓട്ടപ്പാച്ചിൽ കണക്കേ ചില ജീവിതങ്ങൾ. ഇഷ്ടമുള്ളപ്പോൾ എഴുന്നേൽക്കുന്നു, ഇഷ്ടമുള്ളപ്പോൾ വള്ളത്തിൽ പോകുന്നു, ബോറടിക്കുമ്പോൾ കട്ടമരത്തിലിരിക്കുന്നു. ഒരു ഓർഡറില്ലാത്ത, ഒരു വല്ലാത്ത കുറേ ജീവിതങ്ങൾ. അവരെയാണ് ഞാൻ നിങ്ങളെ
മനുഷ്യരെ പിടിക്കുന്നവരാക്കാമെന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ടുപോയി ലോകത്തിലെ തത്വജ്ഞാനികളെ ജയിക്കത്തക്കവണ്ണമുള്ള ആത്മനൽവരം കൊടുത്ത കൃപയുടെ തോഴന്മാരാക്കി ലോകത്തിൻ്റെ നെറുകയിലേക്ക് 12 സിംഹാസനങ്ങളിൽ ഇരിക്കത്തക്കവണ്ണം അപ്പോസ്തോലികത്വത്തിൻ്റെ കമനീയമായ കസേര വിരിച്ചിട്ട് കൊടുത്തൊരു കർത്താവുണ്ട്. ആ വലിയ പദവിയും ക്രമവും സിസ്റ്റവും മറന്നിട്ട് നമ്മുടെ പത്രോസ് ഈ രാത്രി പറയാണ്, ഞാൻ ബാക്കി പറ മീൻ പിടിക്കാൻ എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ ക്രമം ഉപേക്ഷിച്ച് പ്രാകൃതമായതിലേക്ക് പോകുന്നു. റിട്ടേൺ ഫ്രം ഓർഡർ ടു പ്രിമിറ്റീവ്. ഞാൻ എൻ്റെ പഴയ പണിക്ക്. സത്യത്തിൽ എൻ്റെ ജീവിതം ഈ കറുത്ത 6 മുഴം ചേലയ്ക്കുള്ളിൽ, സ്നേഹിത, താങ്കളുടെ ജീവിതം ഈ ആത്മീയ പരിവേഷത്തിൻ്റെ നടുവിൽ ചിലപ്പോഴെങ്കിലും നമുക്ക് തന്നെ ജാള്യത തോന്നുന്ന ചില രഹസ്യ സ്വഭാവങ്ങളിലേക്ക് ഇടയ്ക്ക് പോകാറില്ലേ? എൻ്റെയും നിങ്ങളുടെയും ജീവിതം പഴയ പണിക്ക് പോകുന്നു എന്നാണ് ആ പറച്ചിലിൻ്റെ അർത്ഥം. എബ്രായ ലേഖനം 2-ാം അധ്യായം 1-ാം വചനം നമുക്കുള്ളതാണ്. നമുക്കുള്ളതെന്ന് പറഞ്ഞാൽ സ്നേഹമുള്ളവരെ, അതിനകത്ത് ഒരു വാക്ക് മാത്രം നമുക്കുള്ളതാണ്. ഏതെന്നറിയാമോ? അതുകൊണ്ട് വല്ലപ്പോഴും ഒഴുകിപ്പോകാതിരിക്കേണ്ടതിന് കേട്ടത് അധികം ശ്രദ്ധയോടെ കരുതിക്കൊള്ളണം. ഏത് വാക്കാ നമുക്കുള്ളതെന്നറിയാം? വല്ലപ്പോഴും. അച്ചോ, എന്നുമില്ല, വല്ലപ്പോഴുമേ ഉള്ളൂ. വല്ലപ്പോഴും വൈകുന്നേരം അവരൊന്ന് നിർബന്ധിക്കുമ്പം ഒരു ചെറുത്, അതിനെയൊന്നും നമ്മൾ മദ്യപാനത്തിൻ്റെ ലിസ്റ്റിൽ പെടുത്തിയിട്ടില്ല. എന്നുമില്ല, ചില സമയത്ത് എനിക്ക് അങ്ങനെ ഒരു സ്വഭാവം ഉണ്ടാവും. അപ്പം എന്നെ പിടിച്ചാൽ കിട്ടുകാല, അവിടെ ഞാൻ വേറെ ആളാണ്. സ്ഥിരമായിട്ടൊന്നുമില്ല. ഇത് നമുക്കുള്ളതാ, വല്ലപ്പോഴും. നമ്മുടെ പ്രശ്നം ഈ വല്ലപ്പോഴും ഉള്ളതിനെ നമ്മൾ എന്ത് ചെയ്തിട്ടില്ല? ലിസ്റ്റ് ചെയ്തിട്ടില്ല. ഞാൻ മീൻ പിടിക്കാൻ പോകുന്നു, പഴയ പണിക്ക് പോകുന്നു. സത്യത്തിൽ രഹസ്യ പാപങ്ങളിലേക്ക് ഇടയ്ക്ക് നാം തെന്നിപ്പോകാറില്ലേ? ഞാൻ പറയുകയാണ്, ഈ 7 പേരിരുന്നപ്പോൾ ആ മുറിയുടെ മൂലയ്ക്ക് എൻ്റെ ഒരു ചിന്തയാണ്, പന്ത് പോലെ ഒരു വലിയ സാധനം ചുരുട്ടി വെച്ചിരുന്നു. മനസ്സിലായി? എന്ത്? വല. അതവിടെ ഇരിക്കാൻ പാടില്ലായിരുന്നു. കാരണം എന്നറിയാം, ഈ സിൻ എന്ന വാക്കല്ലേ, പാപം. വാട്ട് ഈസ് സിൻ എന്ന് ചോദിച്ചാൽ ഒരു നിർവചനം ഇങ്ങനെയാണ്: ഡിസയർ പ്ലസ് ഓപ്പർച്യൂണിറ്റി ഈസ് ഈക്വൽ ടു സിൻ. നമ്മുടെ കാര്യം പറഞ്ഞു വരുന്നത്. ഡിസയർ പ്ലസ് ഓപ്പർച്യൂണിറ്റി ഈസ് ഈക്വൽ ടു, അതിൻ്റെ മലയാളം ആഗ്രഹം അധികം അവസരം സമം പാപം. സത്യമല്ലേ? നമ്മളിൽ പലർക്കും പലതിനും ആഗ്രഹമുണ്ടായിട്ടും അവസരമില്ലാത്തോണ്ടാ പിടിച്ചു നിൽക്കുന്നത്. ആഗ്രഹവും അവസരവും ഒത്തുകിട്ടിയാൽ നമ്മൾ മനുഷ്യ സ്വഭാവത്തിൽ നമ്മളൊരു സൂപ്പർ ഹ്യൂമൻ ഒന്നുമല്ല, വീണുപോകും ചിലപ്പം. ആഗ്രഹവും അവസരവും, ഡിസയർ പ്ലസ് ഓപ്പർച്യൂണിറ്റി. ഈ മുറിയുടെ മൂലയ്ക്ക് ഓപ്പർച്യൂണിറ്റി ഇരുന്നു, ഉരുട്ടി വെച്ചിരുന്നു. ഏത്? വല. ഈ ഓപ്പർച്യൂണിറ്റി കണ്ടപ്പോഴാണ് പത്രോസിന് തോന്നിയത്, ഡിസയർ തോന്നിയത്. പ്രിയപ്പെട്ടവരെ, ഇത് നമ്മുടെ ജീവിതമല്ലേ? ഇത് നമ്മുടെ ജീവിതമല്ലേ? പല കാര്യങ്ങളിലും നമ്മൾ പച്ച മനുഷ്യരാണ്. ഉൽപ്പത്തി 39 നിങ്ങൾക്കറിയാവുന്നതാണ്. നമ്മുടെ പഴയ നിയമത്തിലെ ജോസഫിനെ ആ പൊത്തിഫറിൻ്റെ വീട്ടിലെ താൻ എവിടെ ജോലി ചെയ്തുവോ ആ വിവാഹിതയായ സ്ത്രീയാണ് പ്രലോഭിപ്പിച്ചു. എനിക്ക് ജോസഫേട്ടനില്ലാതെ പറ്റത്തില്ല, ഉറങ്ങാൻ പറ്റത്തില്ല. കണ്ണടച്ചാൽ ജോസഫേട്ടൻ, കണ്ണു തുറന്നാൽ ജോസഫേട്ടൻ, കഴിക്കുമ്പോൾ ജോസഫേട്ടൻ. ആര്? ഏത്? മനസ്സിലായില്ലേ? ജോസഫ് പറഞ്ഞു, നീ പോവണ്ണേ, ഞാൻ അബ്രഹാമിൻ്റെയും ഇസഹാക്കിൻ്റെയും
എനിക്ക് എൻ്റെ കുടുംബത്തിനൊരു അന്തസ്സുണ്ട്, ഞാൻ സത്യദൈവത്തിൻ്റെ മകനാണ്, ഞാനങ്ങനെ തെറ്റിപ്പോകത്തില്ല. ഒരു റിലേഷൻഷിപ്പിലേക്ക്, നമ്മുടെ ചെറുപ്പക്കാരൊന്നും ഇവിടെ ഇരിപ്പില്ല, അവിടെ ഇവിടെയൊക്കെ ഇരിപ്പുണ്ട്, ഒരു റിലേഷൻഷിപ്പിലേക്കുള്ളൊരു വിളിയാണ്, ഒരു എക്സ്ട്രാ റിലേഷൻഷിപ്പിലേക്ക്. നമ്മൾ ഉൽപ്പത്തി 39:12 എൻ്റെ പ്രിയപ്പെട്ടവരെ വായിക്കേണ്ട ഒരു ഭാഗമുണ്ട്. ഹി വെന്റ് ഔട്ട് ഓഫ് ദ റൂം, അവൻ പുറത്തേക്ക് ഓടിക്കളഞ്ഞു. തുണി പോയി, അവൾ വസ്ത്രത്തിൽ കയറി പിടിച്ചു. പക്ഷെ ഓടിപ്പോയത് തുണിയില്ലാഞ്ഞിട്ടാണ്. ജോസഫിനറിയാം തുണിയേക്കാൾ വലുതാണ് മാനം. എന്നിത് പറയാൻ കാരണം, ഈ മുറിയിൽ ഇനിയും നിന്നാൽ അവസരമാണ്. അതുകൊണ്ട് ഈ ഓപ്പർച്യൂണിറ്റി ഒഴിവാക്കുക. അതുകൊണ്ടാണ് പഴയ നിയമത്തിലെ ജോസഫ് വിശുദ്ധനാകുന്നത്. ഡിസയർ വരാതിരിക്കാൻ, മനസ്സിലാവുന്നുണ്ടോ? ഓപ്പർച്യൂണിറ്റി ആഗ്രഹം ഉണ്ടാകാതിരിക്കാൻ അവസരത്തെ മാറ്റി നിർത്തുക. നിങ്ങൾക്കറിയോ, തുണിയില്ലാതെ മിസ്രയീമിലെ തെരുവിലേക്ക് ഇറക്കി വിടപ്പെട്ട ജോസഫ് കുറേ കാലം കഴിഞ്ഞപ്പോ ദൈവം ജോസഫിനെ എങ്ങനെ നടത്തിയെന്നറിയാം? ആ തെരുവിൽ കൂടെ ഫറവോന്റെ രാജകീയ രഥത്തിൽ, റോയൽ ചാരിയോട്ട്, രാജകീയ രഥത്തിൽ രാജകീയ വേഷങ്ങളിട്ട് അവിടുത്തെ 1-ാം നമ്പറായി ആഘോഷിച്ചു കൊണ്ടുപോകുന്ന ഒരു കാഴ്ചയുണ്ട്. പിന്നെ എവിടെ നീ സത്യത്തിനും ധർമ്മത്തിനും ധാർമ്മികതയ്ക്കും മനസാക്ഷിക്കും വേണ്ടി നിലകൊണ്ടോ, തൽക്കാലം ചില തുണി നഷ്ടപ്പെട്ടാലും അവിടെ തന്നെ നിന്നെ ഉയർത്തുന്ന ഒരു, ബാക്കി പറ, കേട്ടില്ല, ദൈവമുണ്ട്. ഇന്ന് ജോസഫിന് തുണി നഷ്ടപ്പെട്ടെങ്കിൽ ഒരു കാലം കഴിഞ്ഞപ്പോൾ അതേ വഴിയിൽ, അതേ സ്ഥലത്ത് ധർമ്മത്തിനും മനസാക്ഷിക്കും വേണ്ടി പാപത്തിൽ വീഴാതെ നിന്നൊരു ചെറുപ്പക്കാരനെ മാനിച്ചൊരു ദൈവം ഇന്നും ജീവിക്കുന്നുണ്ട്. ഡിസയർ പ്ലസ് ഓപ്പർച്യൂണിറ്റി ഈസ് ഈക്വൽ ടു സിൻ. ഒരു കാര്യം കൂടെ എനിക്ക് പറയാനുണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ട്. രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 19-ാം അധ്യായം 20-21 വാക്യങ്ങളിൽ നമ്മുടെ വലിയ ഏലീശ പ്രവാചകൻ, ഏലിയാവിനെ തേജോധാരിയായ ഏലിയാവ്, തീഷ്ണ ബുദ്ധിയായ ഏലിയാവ്, പ്രാർത്ഥന മനുഷ്യനായ ഏലിയാവ് ഇതാ പാടവരമ്പിലൂടെ ശുശ്രൂഷയുടെ ഭാഗമായി നടന്നു വരുമ്പോൾ, പ്രിയപ്പെട്ടവരെ, ഏലിയാവിനെ കണ്ടപാടെ എല്ലാം കളഞ്ഞിട്ട് പുറകെ ഓടി ദൈവ വിളി കേട്ട്. എനിക്ക് കേൾക്കേണ്ടത് നിങ്ങളുടെ ഒരു ഉത്തരമാണ്. ഏലീശ പുറകെ ഓടിയപ്പോൾ എന്ത് ചെയ്തിട്ടാ പോയെന്നറിയാം? ഈ 24ഓളം കാളകളെ കാളകളെ പൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഈ കാളകളെ കൊന്ന് ദൈവത്തിന് യാഗം അർപ്പിച്ചിട്ടാണ് ആരോടിയത്? എനിക്കതല്ല കേൾക്കേണ്ടത്. ഈ കാളകളെ യാഗം അർപ്പിക്കാൻ ഏലീശ ഉപയോഗിച്ച മരം, വിറക് ഏതാണെന്നറിയാം? ആർക്കെങ്കിലും പറയുമോ? ഗോഫർ മരത്തിൻ്റെ ചതുക്ക് പിടിച്ച മുട്ടികളല്ല, ദേവദാരു മരത്തിൻ്റെ ഉണക്ക ചീളുകളല്ല, സരളമരത്തിൻ്റെ കൊമ്പുകളല്ല. അതൊക്കെ അവിടെ ഉണ്ടായിരുന്നു. കലപ്പ, നുകം. താൻ എന്ത് ആയുധം ഉപയോഗിച്ച് കാളകളെ പൂട്ടിക്കൊണ്ടിരുന്നോ, ഇതെന്തിനാ ഈ കലപ്പ വെട്ടിക്കീറി യാഗം അർപ്പിച്ചേ? ഒറ്റ കാര്യമുള്ളൂ, ഇനി എന്നെങ്കിലും എൻ്റെ ദൈവമേ ഈ വിളിയിൽ നിന്ന് ഞാൻ സ്ലിപ്പഡായിട്ട് ഞാൻ എൻ്റെ പഴയ പണിക്ക് വരാൻ തീരുമാനിച്ചാൽ ഈ കലപ്പ ഇവിടെ ഇരുന്നുകൂടാ. ഈ കലപ്പ ഇവിടെ ഇരുന്നാൽ ഞാൻ ചിലപ്പോ, എന്നെ കേൾക്കുന്ന ചെറുപ്പക്കാർ കുഞ്ഞുങ്ങൾ ഇവിടെ ഉണ്ടെങ്കിൽ, മോളെ ആ സിം വേണമെങ്കിൽ നീ മാറ്റി വെച്ചോ. മനസ്സിലാവുന്നുണ്ടാവും. ആ ചാറ്റിംഗ്, ആ നമ്പർ നീ ബ്ലോക്കാക്ക്. ചില ഓപ്പർച്യൂണിറ്റിയെ മാറ്റിവെക്കേ. നീ പതിവായി പോകുന്ന ഈ പുതുപ്പള്ളി സ്റ്റോപ്പിൽ നിന്ന് കയറുന്ന വണ്ടിയിൽ, ആ വണ്ടിയിലാണ് നിനക്ക് പ്രലോഭനമെങ്കിൽ, അവിടെയാണ് നിന്നെ കാത്തിരിക്കുന്ന ചെറു പ്രലോഭനത്തിൻ്റെ പുഞ്ചിരിയെങ്കിൽ, മോളെ അതിൻ്റെ പുറകെ എത്ര വണ്ടി വരുമെന്നറിയാമോ? കോട്ടയത്തിനും മണർകാടിനും പാമ്പാടിക്കും ഒക്കെ. അതുകൊണ്ട് ആ വണ്ടി പൊക്കോട്ടെന്നേ, ഈ കലപ്പ ഇവിടെ ഇനി ഇരുന്നുകൂടാ. അങ്ങനെയെങ്കിൽ ഈ സന്ധ്യയ്ക്ക് പത്രോസിന്റെ മുറിയുടെ മൂലയ്ക്ക്
പന്തുപോലെ ഉരുണ്ട എന്നിരിക്കാൻ പാടില്ലായിരുന്നു വല. അതിരുന്നത് കൊണ്ടാണ് പത്രോസിന്റെ ഉള്ളിൽ എന്തുദിച്ചത്? മോഹം ഉദിച്ചത്, ഡിസയർ ഉദിച്ചത്. അങ്ങനെയെങ്കിൽ എന്നെ കേൾക്കുന്നവരെ, ഞാനും നിങ്ങളും പച്ച മനുഷ്യരാ, ജഡത്തിന്റെ മനുഷ്യരാ, സ്വാഭാവിക ബലഹീനതയുള്ളവരാ. ഏത് നിമിഷവും പല പ്രലോഭനങ്ങൾ വരാം. ഏത് നിമിഷവും ചില വല്ലാത്ത നമ്മളെ പിടിച്ചുലച്ചു കളയുന്ന, നമ്മുടെ സൽപ്പേര് നശിപ്പിക്കുന്ന, നമ്മുടെ ആഭിജാത്യം നശിപ്പിക്കുന്ന, നമ്മളെ തകർത്ത് കളയുന്ന ചിലതൊക്കെ വരാം. നമ്മൾ ജഡത്തിന്റെ മനുഷ്യരായതുകൊണ്ട് ഫൈറ്റ് ചെയ്യാൻ നിൽക്കാതെ അവിടെ ജസ്റ്റ് ഫ്ലൈറ്റ്. ചില സാഹചര്യങ്ങളെ ഉപേക്ഷിക്കാൻ എലീശയുടെ കലപ്പയും പത്രോസിന്റെ വലയുമൊക്കെ വിരുദ്ധ ധ്രുവങ്ങളിലാണ്.